ഹോർമോൺ ഒരു പ്രധാന ഘടകമാണ്. ആ ഹോർമോണിൽ ഏതെല്ലാം കുറവാണ് കൂടുതലാണെന്നുള്ളത് നാം വിലയിരുത്തേണ്ടതുണ്ട്. ലൈംഗികമായിട്ടുള്ള അവയവം നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രണ്ട് ചെവികൾക്കിടയിലാണ്. ഇതുകൂടാതെ ലൈംഗികത വരുന്നതിന് അങ്ങോട്ടുള്ള ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം ശരിയാവണം, ന്യൂറോണൽ ഘടകങ്ങളെല്ലാം ശരിയാവണം, പിന്നെ മറ്റ് തടസ്സങ്ങളും ഉണ്ടാകരുത്. പ്രായമായ ഒരു വ്യക്തിയിൽ ലൈംഗികമായിട്ടുള്ള അതിപ്രസരം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രോഗലക്ഷണമാണ്. ആ രോഗലക്ഷണത്തിന് ചികിത്സിച്ച് അത് മാറ്റുകയാണ് വേണ്ടത്. അതല്ലാതെ അവരെ ശിക്ഷിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. മാത്രമല്ല, ഈ പ്രായമായ വ്യക്തികളെ ശിക്ഷിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലൈംഗിക താല്പര്യക്കുറവിനെക്കുറിച്ചാണ്. സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗിക താല്പര്യക്കുറവ് അനുഭവപ്പെടുന്നതിൻ്റെ കാരണമെന്താണ്, അതിൻ്റെ ചികിത്സാ വിധികൾ എന്തെല്ലാമാണ്, ഇത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതാണോ, അതുപോലെ തന്നെ ഇതിന് മരുന്നുകൾ കഴിക്കേണ്ടതുണ്ടോ, അതെയോ വെറും ഹോർമോണൽ തെറാപ്പി അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുമോ, അതെയോ കൗൺസിലിംഗ് മാത്രം മതിയോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. സത്യം പറയട്ടെ, ലൈംഗികമായിട്ടുള്ള നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ലൈംഗികമായിട്ടുള്ള നമ്മുടെ അവയവം, ലൈംഗിക അവയവം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാം പറയും രണ്ട് കാലുകൾക്കിടയിലാണെന്ന്. തെറ്റാണത്. ലൈംഗികമായിട്ടുള്ള അവയവം നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രണ്ട് ചെവികൾക്കിടയിലാണ്. ആ ചെവികൾക്കിടയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലച്ചോറാണ് യഥാർത്ഥ ലൈംഗിക അവയവം. അതല്ലാതെ ലൈംഗികമായിട്ടുള്ള സ്റ്റിമുലേഷനും ഇതെല്ലാം നാം രണ്ട് കാലുകൾക്കിടയിൽ ലൈംഗിക അവയവങ്ങളിൽ, അതായത് ലിംഗത്തിലും യോനിയിലും ക്രസറിയിലും ഒക്കെ കാണുന്നുണ്ടെങ്കിലും ലൈംഗികത സ്ഥിതി ചെയ്യുന്നത്, ലൈംഗികമായിട്ടുള്ള യഥാർത്ഥ അവയവം ഉൾക്കൊള്ളുന്നത് തലച്ചോറിലാണ്. തലച്ചോറിലെ ആ ഭാഗം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ, അഥവാ അവിടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടന്നാൽ മാത്രമേ ലൈംഗികമായിട്ടുള്ള ആനന്ദവും അനുഭൂതിയും രതിമൂർച്ചയും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് നാം തലച്ചോറിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ ലിംഗവും യോനിയും എന്തെങ്കിലും ആകട്ടെ, തലച്ചോറിൽ വേണ്ട രീതിയിലുള്ള സ്റ്റിമുലേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം വേണ്ടത് അതിനുള്ള എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിരിക്കണം, അഥവാ അനുഭവം അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത് അതിനോട് ഭയപ്പാടുണ്ടാവരുത്. രണ്ട്, ഇതൊരു നികൃഷ്ട പ്രവൃത്തിയാണെന്നുള്ള ഒരു ധാരണ ഉടലെടുക്കരുത്. ഇതുകൂടാതെ ലൈംഗികത വരുന്നതിന് അങ്ങോട്ടുള്ള ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം ശരിയാവണം, ന്യൂറോണൽ ഘടകങ്ങളെല്ലാം ശരിയാവണം, പിന്നെ മറ്റ് തടസ്സങ്ങളും ഉണ്ടാകരുത്. ശേഷിക്കുറവ് അഥവാ ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടാൻ കഴിയാതെ വരിക, അതുപോലെ തന്നെ താല്പര്യമില്ലാതെ വരിക, ഇതിൻ്റെ എല്ലാ ഘടകങ്ങളിൽ തലച്ചോറിന് പ്രധാന പങ്കുണ്ട്. നമുക്കാദ്യം എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ഞാനൊരു കാര്യം പറയാം. ശരിക്കുള്ള ഹോർമോൺ ലെവലുണ്ട്. അതായത് വേണ്ട രീതിയിലുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവല് 2 മുതൽ 8 വരെയാണ്. അദ്ദേഹത്തിന് 5 6 അദ്ദേഹത്തിൻ്റെ ലെവൽ 5 6 നിൽക്കുന്നതെന്നിരിക്കട്ടെ. അതേപോലെ തന്നെ സ്ത്രീക്ക്